പിന്നെ ഇവരെ കൊട്ട് പറയാണ്ടിരിക്കാൻ വയ്യ. അത്രയും 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 എനർജറ്റിക് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു കൊട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ദഫ്മുട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അതാണ് നമ്മളെ ഈ ഒരു കോഡ് ഫെസ്റ്റിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് 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 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് പണ്ടത്. പിന്നെ ഈ മനുഷ്യൻ എന്തോ ശരീരത്തിൽ ഇങ്ങനെ തീയൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്, പക്ഷെ കത്തുന്നൊന്നുമില്ല. പിന്നെ വായേണ്ട് ഊതി കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ. അപ്പുറത്ത് പിന്നെ പന്തം മിന്നൽ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പന്തം മിന്നൽ എന്ന് തന്നെയാണോ പറയുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. കണ്ടോ, ഇതൊക്കെ ഭയങ്കര ഭയങ്കര അത്ഭുതമാണ് സത്യം. ഡിജെ ലൈറ്റ് കാര്യങ്ങള് സോങ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഫുള്ള് ആളുകളാണ്. സോ ലൈറ്റിങ്ങിന്റെ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ കിട്ടിയത്. പക്ഷെ ഈ സമയത്തൊക്കെ എത്ര ആളെന്ന് പറഞ്ഞാൽ കല്ലുങ്ങ നേർച്ചക്കൊക്കെ ഇതിനേക്കാളും ആളുണ്ടാവും. എന്നിരുന്നാലും കോട്ട് ഫെസ്റ്റിന് ഞാൻ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ വരുമ്പോൾ ഇത്ര മനുഷ്യന്മാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഏകദേശം അവിടെ 3 hour നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആളൊന്നും വല്ലാണ്ട് ഉണ്ടാവില്ല. പക്ഷെ ഇത് വരാനായി തുടങ്ങിയപ്പോൾ ഫുൾ ആള്. കണ്ടോ, ചിത്രശലഭങ്ങൾ ലൈറ്റ് കത്തിച്ച് പോകുന്നു. ഇത് ഭയങ്കര അടിപൊളിയായി. ഇപ്പൊ ലൈറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് കണ്ട